കേരളത്തിൽ നിന്ന് USA-യിലേക്കും കാനഡയിലേക്കും കുടിയേറിപ്പാർത്ത മലയാള ഭാഷാ സ്നേഹികളുടെ ദേശീയ സാഹിത്യ സംഘടനയാണ് ലിറ്റററി അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്ക അഥവാ ലാന. സംഘടനയുടെ ദൗത്യം അംഗങ്ങൾക്കും സാഹിത്യ തൽപരർക്കും ഭാഷാ സ്നേഹികൾക്കും അഭ്യുദയകാംക്ഷികൾക്കും ഒത്തുചേരാനും സൃഷ്ടികളും ആശയങ്ങളും പങ്കുവയ്ക്കുവാനും വളരുവാനുമുള്ള വിവിധ സംവിധാനങ്ങളും ഒരുക്കുക എന്നതാണ്. അതിന്റെ ദർശനം ഭാഷയെ ആഗോളതലത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം അംഗങ്ങളെ മലയാള സാഹിത്യത്തിന്റെ മുഖ്യധാരയുമായി ബന്ധിപ്പിച്ച് സർഗാത്മക പ്രവർത്തനങ്ങളിൽ സജീവമാക്കുക എന്നുള്ളതാണ്. 80കളിലും 90കളിലും മലയാളികളുടെ പ്രമുഖ ദേശീയ സാമൂഹ്യ സംഘടനയായിരുന്ന ഫൊക്കാനയുടെ സമ്മേളന മേളക്കൊഴുപ്പുകളിൽ സാഹിത്യ മേഖലയ്ക്കുള്ള പരിഗണന തുലോം തുച്ഛമായിരുന്നു. 1996 ടെക്സസിലെ വിൻഡം ഹോട്ടലിൽ വച്ച് നടന്ന ഫൊക്കാനയുടെ 7ാം സമ്മേളനത്തിൽ വച്ച് 30ഓളം വരുന്ന സാഹിത്യ തൽപരർ പ്രത്യേകം ഒത്തുചേരുകയും അതിനെ തുടർന്ന് സാഹിത്യ വിഷയങ്ങൾ ചർച്ച ചെയ്യാനും ആസ്വദിക്കാനും എഴുത്തിനെ പ്രോത്സാഹിപ്പിക്കാനും തനതായ ഒരു തട്ടകം ആവശ്യമാണെന്ന ശക്തമായ ആശയം പൊന്തിവരികയും ചെയ്തു. ഇതിന്റെ സാധ്യതകൾ പഠിക്കുന്നതിനായി ഡോക്ടർ MST നമ്പൂതിരി ചെയർമാനായുള്ള ഒരു പ്രാഥമിക കമ്മിറ്റി നിലവിൽ വന്നതോടെ ലാനയുടെ ബീജാവാപമായി. തുടർന്ന് 1997 ജൂണിൽ ഈ സംരംഭത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരമായ ആദ്യ ദേശീയ സമ്മേളനം ടെക്സസ് സംസ്ഥാനത്തെ കേരള സെന്ററിൽ വച്ച് നടന്നു. ജോസഫ് നമ്പിമഠത്തിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ബൈലോ അഥവാ നിയമാവലി അംഗീകരിക്കുകയും ലാന രൂപം കൊള്ളുകയും ചെയ്തു. പ്രസിഡന്റ് ഡോക്ടർ MST നമ്പൂതിരി, ജനറൽ സെക്രട്ടറി ജോസഫ് നമ്പിമഠം, ട്രഷറർ CM ചാക്കോ എന്നിവരുടെ നേതൃത്വത്തിൽ ലാനയുടെ പ്രഥമ ഭരണസമിതി നിലവിൽ വന്നു. പ്രൗഢഗംഭീരമായ ഒരു ചരിത്രമാണ് ലാനയ്ക്കുള്ളത്. 1997 ഡാലസിൽ നടന്ന രൂപീകരണ സമ്മേളനത്തിന് ശേഷം 11 ദ്വൈവാർഷിക ദേശീയ സമ്മേളനങ്ങളും മറ്റു വർഷങ്ങളിൽ വിവിധയിടങ്ങളിലായി പ്രാദേശിക സമ്മേളനങ്ങളും അമേരിക്കയിലെ വിവിധ നഗരങ്ങളിൽ നടന്നു. ഈ സമ്മേളനങ്ങളിൽ ONV, MD വാസുദേവൻ നായർ, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, C രാധാകൃഷ്ണൻ, അടൂർ ഗോപാലകൃഷ്ണൻ, ഡോക്ടർ K ജയകുമാർ IAS, KP രാമനുണ്ണി, ഡോക്ടർ MV പിള്ള തുടങ്ങിയ 100ഓളം പ്രമുഖ സാഹിത്യകാരന്മാരും എഴുത്തുകാരും ഭാഗവാക്കായിട്ടുണ്ട്. ലാനയുടെ 25 വർഷത്തെ കാലയളവിൽ ജോസഫ് നമ്പിമഠം, മനോഹർ തോമസ്, ജോൺ ഇളമത, എബ്രഹാം തോമസ്, VC പീറ്റർ നീണ്ടൂർ, എബ്രഹാം തെക്കേമുറി, വാസുദേവ് പുളിക്കൽ, ഷാജൻ ആനിത്തോട്ടം, ജോസ് ഓച്ചാലിൽ, ജോൺ മാത്യു എന്നിവർ വിവിധ ടീമുകളിൽ സംഘടനയ്ക്ക് നേതൃത്വം നൽകി. ലോകം കോവിഡ് മഹാമാരിയുടെ പിടിയിലമർന്ന കാലഘട്ടമായിരുന്നെങ്കിലും ശ്രീ ജോസൻ ജോർജിന്റെയും ശ്രീ അനിലാൽ ശ്രീനിവാസന്റെയും നേതൃത്വത്തിലുള്ള കമ്മിറ്റിക്ക് ശ്രദ്ധാർഹമായ നിരവധി പരിപാടികൾ സൂമിലൂടെ നടത്താൻ കഴിഞ്ഞിരുന്നു. ലാന മെമ്പർമാരുടെ ചിരകാല അഭിലാഷമായിരുന്ന ഒരു വെബ്സൈറ്റ് തുടങ്ങിയത് ഈ കാലഘട്ടത്തിലാണ്. 2020-21 വർഷത്തിൽ ശ്രീ ശങ്കർ മന ചെയറായും ശ്രീ ജോസൻ ജോർജ്, ശ്രീ അനിലാൽ ശ്രീനിവാസൻ, ശ്രീമതി ജെയിൻ ജോസഫ്, ശ്രീമതി ബിന്ദു ടിജി എന്നിവർ മെമ്പർമാരായും രൂപീകരിച്ച കമ്മ്യൂണിക്കേഷൻ കമ്മിറ്റിയാണ് ഇന്ന് നാം എല്ലാ സംഘടനാ വിവരങ്ങളും വിശേഷങ്ങളും അറിയാൻ ആശ്രയിക്കുന്ന ലാന വെബ്സൈറ്റിന് രൂപം കൊടുത്തത്. കോവിഡിന്റെ ദുരിതങ്ങൾക്കിടയിലും നമുക്ക് ലാനയുടെ 12ാം ദ്വൈവാർഷിക സമ്മേളനം ഷിക്കാഗോയിൽ വച്ച് സുഗതകുമാരി നഗറിൽ നടത്താൻ കഴിഞ്ഞു. ഡോക്ടർ MV പിള്ള, ശ്രീ യതിരവൻ കതിരവൻ എന്നിവർ മുഖ്യ അതിഥികളായി. ഭാരവാഹികളായി അനിലാൽ ശ്രീനിവാസൻ പ്രസിഡന്റ്, ശങ്കർ മന ജനറൽ സെക്രട്ടറി, ഗീതാ രാജൻ ട്രഷറർ, ജോർജ് നടവയൽ വൈസ് പ്രസിഡന്റ്, ഷിബു പിള്ള ജോയിന്റ് സെക്രട്ടറി, ഹരിദാസ് തങ്കപ്പൻ ജോയിന്റ് ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഈ സമ്മേളനത്തിൽ വച്ചാണ് ലാന ഭരണഘടനയ്ക്ക് കാലോചിതമായ ചില ഭേദഗതികൾ ശ്രീ J മാത്യൂസ് ചെയർമാനായും ശ്രീ പ്രസന്നൻ പിള്ള മെമ്പറായിട്ടുമുള്ള ഭരണഘടനാ കമ്മിറ്റി നിർദ്ദേശിച്ച പ്രകാരം സമ്മേളനത്തിൽ അവതരിപ്പിച്ച് പാസാക്കി ലാന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത്. 2022-23 വർഷങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള പ്രസിദ്ധരായ എഴുത്തുകാരെ പങ്കെടുപ്പിച്ചുകൊണ്ടും ലാനയുടെ മെമ്പർമാർക്കു വേണ്ടിയും ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിച്ചു. കവി സച്ചിദാനന്ദനാണ് ഈ ടീമിലെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തത്. തുടർന്നുള്ള പരിപാടികളിൽ പ്രശസ്ത എഴുത്തുകാരായ S ഹരീഷ്, VJ ജെയിംസ്, അമൽ,
പ്രശസ്ത നിരൂപകൻ ഡോക്ടർ KS രവികുമാർ, ഫിലോസഫർ റവറന്റ് ഡോക്ടർ മോത്തി വർക്കി എന്നിവർ പങ്കെടുത്തു. 2022 സെപ്റ്റംബർ 30, ഒക്ടോബർ 1-2 തീയതികളിൽ ഓസ്റ്റിനിൽ ടെക്സസ് യൂണിവേഴ്സിറ്റി തുഞ്ചൻ കളരിയിൽ നടന്ന പ്രാദേശിക സമ്മേളനം ഒരു വമ്പിച്ച വിജയമായിരുന്നു. ഡോക്ടർ K. ജയകുമാർ IAS മുഖ്യ അതിഥിയായിരുന്ന സമ്മേളനത്തിന് ഏഷ്യൻ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർ ഡൊണാൾഡ് ഡേവിസ്, ഡോക്ടർ ദർശന മനയത്ത്, ശ്രീ ജോസൻ ജോർജ്, ഡോക്ടർ ഹിമ രവീന്ദ്രനാഥ്, അനൂപ ഡാളസ്, സാമുവൽ യോഹന്നാൻ, ഹരിദാസ് തങ്കപ്പൻ, ദിവ്യ നായർ എന്നിവർ നേതൃത്വം നൽകി. മലയാളത്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച, യൂണിവേഴ്സിറ്റിയിൽ മലയാളം ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച റിട്ടയർഡ് പ്രൊഫസർ റോഡ്നി മോഗിനെ വീട്ടിൽ ചെന്ന് കണ്ട് ആദരിക്കുകയുണ്ടായി. ലാന സമ്മേളനങ്ങളിൽ എഴുത്തുകാരുടെ പുതിയ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുകയും പുസ്തക പരിചയം പ്രത്യേക സെഷനായി തന്നെ നടത്തുകയും സർവ്വസാധാരണമാണ്. എന്നാൽ എടുത്തു പറയേണ്ട 2022-23 ടേമിൽ ലാനയ്ക്ക് അഭിമാനിക്കാവുന്ന മറ്റൊരു സംരംഭമായിരുന്നു അമേരിക്കയിലെ എല്ലാ മലയാള എഴുത്തുകാരെയും ഏകോപിപ്പിച്ചുകൊണ്ട് സമകാല അമേരിക്കൻ മലയാള സാഹിത്യത്തിലൂടെ ഒരു സർഗസഞ്ചാരം സാധ്യമാക്കുന്ന 20-ലേറെ കഥകളും കവിതകളും 10-ലേറെ ലേഖനങ്ങളും കൊണ്ട് സമ്പന്നമായ നടപ്പാത എന്ന പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണം. 2023 ഒക്ടോബർ 20, 21, 22 തീയതികളിൽ സംഗീത നഗരിയായ നാഷ്വില്ലിൽ വച്ച് നടന്ന 13ാമത് ദ്വൈവാർഷിക സമ്മേളനത്തിൽ വച്ച് പ്രശസ്ത എഴുത്തുകാരൻ ശ്രീ രാമനുണ്ണി നടപ്പാത പ്രകാശനം ചെയ്തു. അതേ സമ്മേളനത്തിൽ വച്ച് തന്നെ ശ്രീ ശങ്കർ മന പ്രസിഡന്റായി പുതിയ 11-അംഗ ഭരണസമിതിയും നിലവിൽ വന്നു. ശ്രീ സാമുവൽ യോഹന്നാൻ സെക്രട്ടറി, ശ്രീ ഷിബു പുള്ള ട്രഷറർ, ശ്രീ ഹരിദാസ് തങ്കപ്പൻ വൈസ് പ്രസിഡന്റ്, ശ്രീ ജോൺ കൊടിയൻ ജോയിന്റ് സെക്രട്ടറി, നിർമ്മല ജോസഫ് ജോയിന്റ് ട്രഷറർ എന്നിവരായിരുന്നു സമ്മേളനം തെരഞ്ഞെടുത്ത മറ്റു ഭാരവാഹികൾ. 2024-25 വർഷത്തെ ടേം പ്രവർത്തനോദ്ഘാടനം സുപ്രസിദ്ധ എഴുത്തുകാരി സാറ ജോസഫ് നിർവഹിക്കുകയും പ്രശസ്ത കവി സെബാസ്റ്റ്യൻ, നോവലിസ്റ്റും കഥാകൃത്തുമായ വി ഷിനിലാൽ എന്നിവർ പങ്കെടുക്കുകയും ചെയ്തു. അതിമനോഹരമായ കാവ്യാലാപനവും അതോടൊപ്പം നടന്നു. 2024 മാർച്ചിൽ ആശാൻ അനുസ്മരണം, ആശാൻ കവിതയും സ്നേഹഭാവനയുടെ വിമോചന മൂല്യവും എന്ന വിഷയത്തിൽ പ്രഭാഷകനും എഴുത്തുകാരനുമായ സുനിൽ പി ഇളയിടം നിർവഹിച്ചു. 2024 ലാന പ്രാദേശിക സമ്മേളനം സാഹിത്യോത്സവമായി ന്യൂയോർക്കിലെ കേരള സെന്ററിൽ വെച്ച് നടന്നു. സാഹിത്യകാരന്മാരുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമായിരുന്ന സമ്മേളനത്തിൽ നോവലിസ്റ്റും കഥാകാരനുമായ ഇ സന്തോഷ് കുമാർ മുഖ്യ അതിഥിയായിരുന്നു. വർഷത്തെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചത് പ്രശസ്ത കവിയും പ്രഭാഷകനുമായ ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണനായിരുന്നു. റിട്ടയർഡ് ആകാശവാണി ദൂരദർശൻ ഡയറക്ടർ ശ്രീ KM നരേന്ദ്രൻ ആശംസ നേർന്നു. 2024 നടന്ന ലാന ക്യാമ്പിൻ ടെക്സാസ് റാഞ്ച് എന്ന സാഹിത്യ കൂട്ടായ്മയിൽ പങ്കെടുത്തവർക്ക് അതൊരു പുതിയ അനുഭവമായി തീർന്നു. ലാനയുടെ മെമ്പർമാർ തങ്ങളുടെ രചനാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന എൻ്റെ എഴുത്തുവഴികൾ എന്ന പരമ്പര അമേരിക്കയിലെ വായനക്കാരും എഴുത്തുകാരും ലാനയുടെ അഭ്യുദയകാംക്ഷികളും തങ്ങളുടെ നെഞ്ചിലേറ്റുന്ന കാഴ്ചയാണ് 2024-25 വർഷം കണ്ടത്. ഈ പരമ്പരയിൽ പ്രശസ്ത അമേരിക്കൻ മലയാളി എഴുത്തുകാരായ സാംസി കൊടുമൺ, മാലിനി, ബിജോ ജോസ് ചെമ്മാന്ത്ര, സന്തോഷ് പാല, ബിന്ദു ടിജി, ജോൺ മാത്യു, വേണുഗോപാലൻ കൊക്കോടൻ, അനിലാൽ ശ്രീനിവാസൻ, KV പ്രവീൺ, നിർമ്മല കാനഡ, ജോസഫ് നമ്പിമഠം എന്നിവർ അവരുടെ രചനാനുഭവങ്ങൾ പങ്കുവച്ചു. 2024 വർഷത്തിൽ ആദ്യപാദം തന്നെ ലാനയ്ക്ക് നോൺ പ്രോഫിറ്റ് പദവി ലഭിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ലാന ട്രഷറർ ഷിബു പിള്ളയുടെ നേതൃത്വത്തിൽ ഭരണസമിതി ആരംഭിച്ചിരുന്നു. 2025 വർഷത്തോടെ ലാന ഒരു 501(c)(3 നോൺ പ്രോഫിറ്റായി അമേരിക്കയുടെ ഇന്റേണൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് IRS അംഗീകരിച്ചത് അഭിമാനപൂർവ്വം ഭരണസമിതി അറിയിക്കട്ടെ. 2025 മെയ് 2-3 തീയതികളിൽ സാൻ ഫ്രാൻസിസ്കോ സർഗവേദിയുടെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പ് പ്രാതിനിധ്യം കൊണ്ടും സെഷനുകളുടെയും ചർച്ചകളുടെയും ഗൗരവം കൊണ്ടും പ്രൗഢഗംഭീരമായി. കഥ, കവിത, മറ്റു സാഹിത്യ വിഷയങ്ങൾ എന്നിവ അധികരിച്ച് നടന്ന സെഷനുകൾക്ക് പ്രശസ്ത എഴുത്തുകാരനും നിരൂപകനുമായ ആത്മരാമൻ, കവിയും
ലാനയുടെ മുൻ വൈസ് പ്രസിഡന്റുമായ MN നമ്പൂതിരി, ബാലസാഹിത്യകാരി ശോഭ തരൂർ, എഴുത്തുകാരനും നടനുമായ തമ്പി ആന്റണി, ബല്ലാത്ത പഹയൻ എന്നറിയപ്പെടുന്ന പ്രശസ്ത പോഡ്കാസ്റ്റർ വിനോദ് നാരായൺ, അക്ഷരശ്ലോക വിദഗ്ധൻ ഉമേഷ് P. നരേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. സുപ്രസിദ്ധ എഴുത്തുകാരൻ KP രാമനുണ്ണി സൂം വഴിയും പങ്കെടുത്തു. ശൈശവ ബാലാരിഷ്ടതകളും കടന്ന് കൗമാര ചാബല്യങ്ങളെ അതിജീവിച്ച് 28ാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്ന വർഷമാണ് 2025 ലാനയ്ക്ക്. ഈ നീണ്ട യാത്രയിൽ ലാനയുടെ വളർച്ചയിൽ നൂറുകണക്കിന് എഴുത്തുകാരും ഭാഷാസ്നേഹികളും ആസ്വാദകരും സാഹിത്യപ്രവർത്തകരും ചെറുതും വലുതുമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അവരോടെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ ഡാളസ് ടെക്സസിൽ വച്ച് നടക്കുന്ന ലാനയുടെ മുന്നോട്ടുള്ള പോക്കിൽ മറ്റൊരു പുതിയ അധ്യായം കുറിക്കുന്ന ലാനയുടെ 14ാം ദേശീയ സമ്മേളനം സാർത്ഥകമാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട്, ലാനയ്ക്ക് നിത്യയൗവനം ആശംസിച്ചുകൊണ്ട് 2024-25 എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൃതാർത്ഥതയോടെ നിങ്ങളുടെ മുമ്പിൽ ഈ ചരിത്രം സമർപ്പിക്കുന്നു. സ്വാതന്ത്ര്യം, സാഹോദര്യം, ജനാധിപത്യം, മതേതരത്വം,